ഹലോ, ഹായ് ഗായ്സ്, വാട്ട്സ് ഹാപ്പനിങ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളൊരു പുതിയൊരു കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ബ്രാൻഡ് നമ്മൾ യുഎയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡ് ഓണേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെ നമ്മളൊരു ബഡ്ജറ്റ് നമ്മളെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യണം, ആ ബഡ്ജറ്റ് എങ്ങനെ അലൊക്കേറ്റ് ചെയ്യണം എന്ന എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരുപാട് ബ്രാൻഡ് ഓണേഴ്സ് ഉണ്ടാവും. അവർ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്നത് ഒരു ഏജൻസിനെ ആയിരിക്കാം. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു ഹെൽപ്പ് എന്ന രീതിയിലാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മളൊരു പുതിയ ബ്രാൻഡ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു അട്രാക്ഷൻ ഉണ്ടാക്കണം, അതിനൊരു അവയർനെസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ തന്നെ റിട്ടേൺ എടുക്കുക എന്നുള്ള രീതിയിലല്ല നമ്മളൊരു ക്യാപിറ്റൽ നമ്മളതിനെ അലോക്കേറ്റ് ചെയ്യുക. ഒരു 12 മാസത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഒരു പുതിയ ബ്രാൻഡ് കൊമേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് അത് സ്കെയിലപ്പ് ചെയ്ത് അത് ബ്രേക്ക് ഈവൺ ആവാൻ ഒരു 14-20 മാസത്തോളം ഈ ബിറ്റ്വീൻ എടുക്കും. ഡിപ്പെൻസ് ഓൺ യുവർ പ്രോഡക്റ്റ് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അത് പെട്ടെന്ന് സ്കെയിലപ്പ് ആവും. സോ കമ്മിങ് ബാക്ക് ടു ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മെറ്റയിൽ ലോഞ്ച് ചെയ്യാം. അപ്പോൾ മെറ്റ ഡാഷ്ബോർഡ് യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വെച്ചാൽ AI വന്നതോടെ കൈൻഡ് ഓഫ് അൽഗോരിതം ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളെങ്ങനെ ഫീഡ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. ഒന്ന് അവയർനെസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബ്രാൻഡിനെ അവയർനെസ് കൊണ്ടുവരിക. അപ്പോൾ അവയർനെസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്രിയേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാൻഡ് എന്തുകൊണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തു ഈ മാർക്കറ്റിൽ, അത് എന്തിനാണ്, അത് ആർക്കാണ്, അത് എന്തൊക്കെ സൊല്യൂഷൻസാണ് ആ പ്രൊഡക്റ്റ് കസ്റ്റമർ എൻഡ് യൂസറിന് അത് കൊടുക്കുന്നത്. ഇപ്പോൾ UAE പോലത്തെ ഒരു മാർക്കറ്റ് ഭയങ്കര എക്സ്പെർട്ടൈസ് ഉള്ളൊരു മാർക്കറ്റാണ്. ആൾക്കാർക്ക് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഇൻഫർമേഷൻ നോളജുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ കോമ്പറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു 10,000 രൂപ 10,000 ദിർഹംസ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആദ്യം കണ്ടുപിടിക്കണം. ഒരു 3 to 5 months കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള അലൊക്കേഷൻ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് നമ്മളെ കയ്യിൽ വേണം. അല്ലാതെ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ആഡ് സെറ്റുകൾ ചെയ്യേണ്ടി വരും. അതായത് മൾട്ടിപ്പിൾ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ നമ്മൾക്ക് അറ്റ് എ ടൈം പാരലലി ആയിട്ട് റൺ ചെയ്യേണ്ടി വരും. ഒരു അവയർനെസ് ക്യാമ്പയിൻ ചെയ്യേണ്ടി വരും, ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യേണ്ടി വരും, പിന്നെ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ സെയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ചെയ്യേണ്ടി വരും. ഈ ഒരു ഫണൽ അപ്രോച്ചാണ് ഒരുവിധം എല്ലാ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിന് നമ്മൾ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു പുതിയ ബ്രാൻഡ് ആകുമ്പോൾ ആ ബ്രാൻഡിന് വിസിബിലിറ്റി ഇല്ല. അപ്പോൾ ഞാനൊരു പുതിയൊരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ഇറക്കുകയാണ്, ജനുവരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അത് ഒരു ഡ്രിങ്കിങ് ബോട്ടിലാണ്, പക്ഷെ ആ ബ്രാൻഡിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എനിക്കൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പുതിയ ബ്രാൻഡ് ആകുമ്പോൾ ഒരു 30% അലൊക്കേഷൻ എൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഞാൻ അവയർനെസ്സിന് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ബിഡ് ചെയ്യുന്നത് കോസ്റ്റ് പെർ ഇംപ്രഷന് വേണ്ടി മാത്രമായിരിക്കും. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ലാൻഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അതിന് ലാൻഡ് ചെയ്യാം. ആ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കോൾ ടു ആക്ഷൻ പോകുന്നത് ലാൻഡ് ചെയ്യുന്നത് അതിൻ്റെ ബ്രാൻഡ് പേജിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണ്, ഒരു ഫൗണ്ടറാണ്. അപ്പോൾ ഞാനാണ് ഈ ബ്രാൻഡ് എടുത്തത്, അപ്പോൾ ഞാൻ സ്റ്റോറി ബിൽഡ് ചെയ്യാണ്, ഒരു നെറേറ്റീവ്. ജനുവരി എന്നുള്ള വാട്ടർ ബോട്ടിൽ എന്തുകൊണ്ട് വന്നു, അതിൻ്റെ യൂണിക്ക് സെല്ലിംഗ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, അതെന്തിനാണ്, അത് ആർക്കാണ്. അപ്പോൾ ഞാനൊരു നെറേറ്റീവ് ഉണ്ടാക്കി, എന്നെക്കുറിച്ച് പറഞ്ഞു, ഞാനൊരു സ്റ്റോറി ബിൽഡ് ചെയ്തു, എന്തുകൊണ്ട് ഞാനത് ലോഞ്ച് ചെയ്തു. ഇതാണ് നമ്മൾ ക്രിയേറ്റീവ്. ഇതന്നെ ഡിഫറെൻറ്റ് ആംഗിൾസിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു 3 to 5 വേരിയേഷൻസ് ഡിഫറെൻറ്റ് ഹുക്സിലുള്ള വീഡിയോ ചെയ്യുന്ന ഒരു അവയർനെസ് ക്യാമ്പയിൻ. അത് ബാക്ക്ഗ്രൗണ്ട് ഷൂട്ടിങ്ങും പ്രോപ്പർട്ടിയൊക്കെ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്കറിയില്ല, കാരണം ഇതൊരു പുതിയൊരു ബ്രാൻഡാണ്. കസ്റ്റമർ ഏത് ആംഗിളിലാണ് ഇത് ലൈക്ക് ചെയ്യുക എന്നറിയില്ല. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നാൽ നമ്മൾ CTR കണ്ടുപിടിക്കുകയാണ്. ഏതിനാണ് നല്ല CTR വരാൻ പോകുന്നത് എന്നുള്ള ഒരു കണ്ടുപിടിക്കലാണ് ഇതിലൂടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇതൊരു അവയർനെസ് ക്യാമ്പയിനായിട്ട് സെറ്റ് ചെയ്തു. അടുത്തത് നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ട്രാഫിക് ക്യാമ്പയിനാണ്. അപ്പോൾ ട്രാഫിക് ക്യാമ്പയിനകത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങളെത്തുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വാട്ടറാണ്. ഈ വാട്ടർ എന്തുകൊണ്ട് ആളുകൾ മേടിക്കണം,
എന്നുള്ളതിനുള്ള ഒരു ഉത്തരവാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, വാട്ടർ അവൈലബിൾ ആണ്, അത് എത്ര ഡെലിവറി ടൈം എങ്ങനെയാണ്, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പീരീഡ് എന്താണ്, അപ്പോൾ ആ കളക്ഷൻ അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറീസ് ഉണ്ട്, ഏതൊക്കെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നോളജ്, ഒരു എഡ്യൂക്കേഷൻ മെറ്റീരിയലാണ് ഈ ട്രാഫിക്കിൽ കൊടുക്കേണ്ടത്. ആൾക്കാർ നമ്മളിൽ വന്നിട്ട് പ്രൊഡക്റ്റ് പഠിക്കുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. നമ്മൾ ക്ലിക്സിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ബിഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റിലേക്ക് പോകണമെങ്കിൽ സെയിൽസ് ബേസ്ഡ് ആണ്. അതൊരു കാറ്റലോഗ് സെയിൽ ക്യാമ്പയിനാണ് നമ്മൾ ചെയ്യുക. നമുക്കൊരു ഫീഡ് ഉണ്ടാക്കി, ആ ഫീഡ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 10 20 SKU ഉണ്ടെങ്കിൽ ആ SKUവിൻ്റെ ഒരു ഫീഡ് ഉണ്ടാക്കുകയാണ്. ആ ഫീഡിനകത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ID, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഇൻവെൻറ്ററി, ക്വാണ്ടിറ്റി എല്ലാതും ഇതിനകത്തേക്ക് ഫീഡാവും. ഈ ഡീറ്റെയിൽസ് ഈ ഫീഡിനകത്തേക്ക് വരും. എന്നിട്ട് ആ ഫീഡ് ഉപയോഗിച്ചാണ് നമ്മൾ കാറ്റലോഗ് സെയിൽസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് സ്പ്ലിറ്റ് ഞാൻ പറയാം. ഒരു പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 25% അവയർനെസ്സിൽ കൊടുക്കുക, 15-20% ട്രാഫിക്കിൽ കൊടുക്കുക, ബാക്കി 45-50% നിങ്ങൾ കൺവേർഷൻ ക്യാമ്പയിനിൽ കൊടുക്കുക. ഈ ഒരു സ്പ്ലിറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഓരോ സ്പ്ലിറ്റിലും ഐ റെക്കമെൻഡ് യു യൂസ് അറ്റ്ലീസ്റ്റ് 2 to 3 ആഡ് സെറ്റ്. ഇപ്പോൾ അവയർനെസ് ആണെങ്കിൽ അതിൽ 3 ആഡ് സെറ്റ് വെക്കുക. അപ്പോൾ അങ്ങനെ ആഡ് സെറ്റുകൾ ചെയ്യേണ്ടി വരും. ആഡ് ലെവൽ ചെയ്യുക, ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുക. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് വേണം, നിങ്ങളൊരു പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, മെറ്റയിലെന്ന് മാത്രമല്ല ഗൂഗിളിലും ടിക്ടോക്കിലും സ്നാപ്ചാറ്റിലും പ്രോഗ്രാമാറ്റിക്കിലും സ്കെയിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് DM ചെയ്യുക, നമുക്ക് കൊളാബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോസ് വരുന്നതായിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.